ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഫോട്ടോമെട്രി ടൂൾ വെച്ച് വൈറ്റ് ബാലൻസിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ഗ്രേഡിയൻ്റ് ഇമേജ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൈറ്റ് ബാലൻസ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഹിസ്റ്റോഗ്രാം എന്താണ്, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോമെട്രി ടൂളിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് കാണുന്നൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഇതെല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും മോസ്റ്റ്ലി ഉണ്ടാവുന്നൊരു ഗ്രാഫാണ് ഈ ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം റെപ്രസെൻ്റ് ചെയ്യുന്നത് റെഡ്, ഗ്രീന്, ബ്ലൂ എന്നിങ്ങനെ 3 കളറുകളെയാണ്. സോ ഈ ഒരു കേസിൽ നമ്മൾ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെവൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലെവൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഇമേജിൻ്റെ ബേസിസിൽ നമുക്കിവിടെ 1, 2, 3, 4, 5 ലൈൻസാണ് ഉള്ളത്. ഈ 5 ലൈൻസിൽ ലെഫ്റ്റ് മോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ബ്ലാക്കിനെയും റൈറ്റ് മോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് വൈറ്റിനെയും സൂചിപ്പിക്കുന്നു. നമുക്കിനി ഈ ഇമേജസിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ ഈ ലൈനുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കാം. നമുക്കിവിടെ എക്സ്പോഷർ മാറ്റുമ്പം ഇവിടെ ഹിസ്റ്റോഗ്രാമിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെന്ന് നോക്കാം. നമ്മൾ എക്സ്പോഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഒബ്വിയസ്ലി സംഭവിക്കുന്നത്? ഇമേജ് കൂടുതൽ വൈറ്റ് ആവുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഹിസ്റ്റോഗ്രാം എന്താണ് ബിഹേവ് ചെയ്യുന്നത്? നമ്മുടെ എക്സ്പോഷർ കൂട്ടും തോറും നമ്മുടെ മിഡിൽ ലൈൻസുകളും അതേപോലെ ഡാർക്കർ ലൈനും എന്ത് ചെയ്യുന്നു? ഡാർക്കർ സൈഡിലുള്ള ലൈനും എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലേ? അതുപോലെ എക്സ്പോഷർ കുറയ്ക്കും തോറും അത് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലേ? സോ ഇനി ഇതേ ഹിസ്റ്റോഗ്രാം നമ്മൾ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കാം. നമ്മൾ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലൈൻസുകൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നു, അതേപോലെ ബ്രൈറ്റ്നസ് റെഡ്യൂസ് ചെയ്യുമ്പം അത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. പക്ഷേ നിങ്ങൾ ഇവിടെ ഒരു ഡിഫറൻസ് നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ എക്സ്പോഷർ കൂട്ടും തോറും നമ്മുടെ മിഡിൽ ലൈൻസ് മാത്രമല്ല, ഏറ്റവും ലെഫ്റ്റിലുള്ള ഡാർക്കർ ലൈൻ, അതായത് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ആ ലൈനും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്, അല്ലേ? പക്ഷേ ബ്രൈറ്റ്നസിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മിഡിൽ ലൈൻസ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അതായത് റൈറ്റ് മോസ്റ്റ് ലൈനും ലെഫ്റ്റ് മോസ്റ്റ് ലൈനും ചേഞ്ചസ് വരുന്നില്ല. സോ അതുപോലെ നമ്മൾ എക്സ്പോഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നോക്കിയാൽ ഈ ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ അല്ല. അതായത് റൈറ്റ് മോസ്റ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തു, ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞാൽ ലാർജർ സ്പേസ് ആണ്, അത് കഴിഞ്ഞ് ലാർജ് സ്പേസ് ആണ്, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ലൈനും ലാസ്റ്റിന് തൊട്ടുമുള്ള ലൈനും തമ്മിൽ ഭയങ്കര ഒരു ഗ്യാപ്പും ഉണ്ട്, അല്ലേ? അതേസമയം ബ്രൈറ്റ്നസ് നമ്മൾ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലൈനുകളൊരു ഈക്വൽ പ്രപ്പോർഷണാലിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, അല്ലേ? അതായത് ഈവൻ ലൈൻസ് ഇവിടെയും ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു പ്രപ്പോർഷൻ, അതിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഈക്വൽ ആണ്. സോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഐസിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എക്സ്പോഷറാണ് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ഇമേജിനെ ആൾട്ടർ ചെയ്യുന്നത്. പക്ഷെ അതേസമയം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് എൻറ്റയർ ഇമേജിനെ, അതായത് നമ്മുടെ ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ്സ് എന്നുള്ള ആ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാതെ എൻറ്റയർ ഇമേജിനെ തന്നെയാണ് ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. അതേസമയം എക്സ്പോഷർ എന്ന് പറയുന്നത് ആ ഫോട്ടോയിലെ മിഡ് ടോൺ എവിടെയാണോ ഹൈലൈറ്റ് എവിടെയാണോ അതേപോലെ ഷാഡോ എവിടെയാണോ അതിൻ്റെ ബേസിസിലാണ് ബ്രൈറ്റ്നസ് ഇൻക്രീസ് ആവുന്നത്. ഇനി അടുത്തത് നമ്മൾ ഹൈലൈറ്റ്സ് എന്താ നോക്കാം. നമ്മൾ ഹൈലൈറ്റ്സ് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഏറ്റവും റൈറ്റിലുള്ള ലൈൻ ഉണ്ടല്ലോ, അതായത് ഏറ്റവും റൈറ്റ് മോസ്റ്റിൽ വരുന്ന ഈ ഒരു ലൈന് മാക്സിമം റൈറ്റിലേക്ക് മൂവ് ആവുന്നുണ്ട്, അല്ലേ? അതായത് നമ്മുടെ വൈറ്റ് ആയിട്ടുള്ളൊരു പോർഷൻ, അതായത് ഈ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു വൈറ്റ് പോർഷനെയാണ്, അതായത് ഈ ഒരു റേഞ്ചിനെയാണ്. ഈ ഒരു റേഞ്ച് വൈറ്റിലേക്ക് മോർ ആൻഡ് മോർ മൂവ് ചെയ്യുന്നു, അല്ലേ? സോ അടുത്ത് നമ്മൾ ഷാഡോ ചെക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഷാഡോ എന്ന് പറയുന്നത് ഹൈലൈറ്റിൻ്റെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ കുറയ്ക്കണം. ഷാഡോ കുറയ്ക്കുന്നതോടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ലെഫ്റ്റിലുള്ള ലൈന് ലെഫ്റ്റ് കോർണറിലേക്ക് എഗെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈലൈറ്റ് എന്ത് ചെയ്യുന്നു? ഹൈലൈറ്റഡ് ആയ ഏരിയനെ മോർ ആൻഡ് മോർ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഷാഡോസ് കുറയ്ക്കുമ്പോൾ ഡാർക്കർ ആയിട്ടുള്ള ലൈന് ഡാർക്കർ സൈഡിലേക്ക് മോർ മൂവ് ചെയ്യുന്നു. ഇനി നമുക്ക് കോൺട്രാസ്റ്റ് എങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. കോൺട്രാസ്റ്റ് നമ്മൾ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോൺട്രാസ്റ്റ് കൂട്ടും തോറും നമ്മുടെ സെൻറ്റർ ലൈനിന് ഒരു ചേഞ്ചും വരുന്നില്ല, പക്ഷെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഫാർ അവേ മൂവ് ചെയ്യുകയാണ്. അതേസമയം കോൺട്രാസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്?
മാക്സിമം ആ ലൈനുകൾ സെൻറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് രണ്ട് അഡ്ജസ്റ്റൻറ്റ് ലൈനുകളും സെൻറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കും. സോ അതായത് ഇവിടെ സംഭവിക്കുന്നത് ഷാഡോയിൻ്റെയും ഹൈലൈറ്റിൻ്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടാണ് കോൺട്രാസ്റ്റ് വർക്ക് ചെയ്യുന്നത് അല്ലേ. അതായത് വൈറ്റ് ലൈൻ വൈറ്റ് മോസ്റ്റ് പോയിന്റിലേക്കും ഡാർക്കർ ലൈന് ഡാർക്ക് മോസ്റ്റ് പോയിന്റിലേക്കുമാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഷാഡോ, അതായത് ഡാർക്കർ ആയിട്ടുള്ള ഏരിയ കൂടുതൽ ഡാർക്കർ ആവുകയും വൈറ്റ് ആയിട്ടുള്ള ഏരിയ കൂടുതൽ വൈറ്റ് ആവുകയും ചെയ്യുന്നത്. സോ അതേസമയം കോൺട്രാസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആ ഇമേജിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സെൻറ്ററിലേക്ക് വരുന്നതോറും നമ്മുടെ ഇമേജ് ന്യൂട്രലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ബ്ലാക്ക് പോയിന്റ് ആണ്. ബ്ലാക്ക് പോയിന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ബ്ലാക്കിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു ഏരിയ മോർ ആൻഡ് മോർ ആ ലൈൻസ് എല്ലാം എന്ത് ചെയ്യും, ബ്ലാക്കിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് മോർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ റെഡ്യൂസ് ചെയ്യുമ്പം അത് റൈറ്റ് സൈഡിലേക്ക് മോർ ഷിഫ്റ്റ് ചെയ്യുകയാണ്. മോർ പക്ഷേ ഈ ഒരു റൈറ്റ് മോസ്റ്റ് കോർണർ, അതായത് ഈ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയ, ഹൈലൈറ്റ് ഏരിയയ്ക്ക് ഒരു ചേഞ്ചസും സംഭവിക്കുന്നില്ല. സോ ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്കിനി ഒരു റിയൽ ലൈഫ് സിനാരി വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാനൊരു ഇമേജ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യം തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ML എന്നുള്ള ഓപ്ഷൻ. ഈ ML എന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമേജിനെ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ട് ബ്രൈറ്റൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മുടെ ഇമേജ് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റൻ ആയിട്ടുണ്ട്. നമുക്ക് ഈ ML ഓപ്ഷൻ, അതായത് മെഷീൻ ലേണിംഗ് ഓപ്ഷൻ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തന്നെ ഒന്ന് വൈറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ നെക്സ്റ്റ് നമുക്കിവിടെ ഒരു കളർ പിക്കിംഗ് ഓപ്ഷൻ കാണുന്നുണ്ട്. ഈ കളർ പിക്കർ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇമേജിനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, നമുക്കൊരു ഗ്രേ പോയിന്റ് സെലക്ട് ചെയ്താൽ നമുക്ക് ഇമേജിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു പിക്കർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമേജിൽ ഏതെങ്കിലും ഒരു ഗ്രേ പോയിന്റിൽ വരിക. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ഹിസ്റ്റോഗ്രാമിൽ RGB വാല്യൂ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഈ RGB വാല്യൂ ഈക്വൽ, അതായത് പ്രപ്പോർഷണൽ ആകുന്ന ഒരു മാക്സിമം പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്കൊരു ക്ലോസർ ബൈ വാല്യൂ കിട്ടും, RGB വാല്യൂ ഈക്വലി ക്ലോസ് ആവുന്നൊരു പോയിന്റ് കിട്ടും. ഞാൻ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. സോ ഇപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ വൈറ്റ് ബാലൻസ് ഓട്ടോമാറ്റിക്കലി കാലിബ്രേറ്റ് ആയി. അതായത് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് ടിൻറ്റ് ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പിക്ചർ ഒന്ന് ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ പിക്ചർ ചേഞ്ച് വന്നിരിക്കുന്നത് കണ്ടു. പിക്ചറിനെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പിക്കർ വെച്ച് നമുക്ക് വൈറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റി. ഇനി അടുത്ത് നമുക്ക് ബേസിക് സെറ്റിങ്സിലേക്ക് വരാം. ബേസിക് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ സെയിം നമ്മുടെ ഹിസ്റ്റോഗ്രാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഈ ഹിസ്റ്റോഗ്രാമിനെ ഞാനൊന്ന് ലൂമിനൻസിലേക്ക് കൊടുക്കുകയാണ്. അതായത് നമുക്ക് പ്രോപ്പർ ലൈറ്റ് കാണാൻ സാധിക്കുന്നത് ലൂമിനൻസ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുന്നത്, നമ്മുടെ ഇമേജ് കുറച്ച് ഒരു ഡാർക്കർ സൈഡിലേക്കാണുള്ളത് അല്ലേ. ഈ ഡാർക്കർ പോർഷനിലേക്കാണുള്ളത്. ഹൈലൈറ്റ് പോർഷൻ എന്ന് മാക്സിമം മൂവ് ചെയ്തിട്ട് കുറച്ച് ഡാർക്കർ സൈഡിലേക്കാണ് ഇമേജ് ഉള്ളത്. ഈ പീക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കാലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ പീക്ക് പോയിന്റ്. അതായത് ഡാർക്ക് അല്ല ലൈറ്റും അല്ലാത്തൊരു പോയിന്റ്. ഈ പോയിന്റ് ഒരു സെൻറ്റർ പോർഷനിലേക്ക് കീപ്പ് ചെയ്യണം. അങ്ങനെ സെൻറ്റർ പോർഷനിലേക്ക് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ എക്സ്പോഷർ ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു നമ്മുടെ ഗ്രാഫ് മൂവ് ആവുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഓൾറെഡി മൂവ് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സെൻറ്ററിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമേജ് ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയില്ല, നമ്മുടെ സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയി. ബട്ട് ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർ എക്സ്പോഷറാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് അത്രയും ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമുക്കൊരു ഓൾമോസ്റ്റ് വരുന്നൊരു ക്ലോസപ്പ് ആയി പോയിന്റിൽ എത്തിയതിനു ശേഷം നമുക്ക് ഇവിടെ കൊണ്ട് വയ്ക്കാം അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈലൈറ്റഡ് അല്ലേ. ഹൈലൈറ്റ് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. സോ ഹൈലൈറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഗ്രാഫിൽ എന്താ സംഭവിക്കുന്നത്, അതായത് ഇത് ഭയങ്കര ഹൈലൈറ്റഡ്, ഇവിടെ ഒരു പീക്ക് പോയിന്റ് കാണുന്നുണ്ട് അല്ലേ. ഈ ഒരു പീക്ക് പോയിന്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യണം. പീക്ക് പോയിന്റ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് നമ്മൾ മാക്സിമം താഴെ കൊണ്ടുവന്നു. കണ്ടോ, ഇവിടെ നമുക്ക് ഇപ്പോൾ പീക്ക് പോയിന്റ് പോയി. അപ്പോൾ നമ്മുടെ ഇമേജിന് എന്ത് സംഭവിച്ചത് കണ്ടോ, നമ്മുടെ ഫേസ് പ്രോപ്പർ ഹൈലൈറ്റിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിനി ഷാഡോ നോക്കാം. നമ്മൾ ഷാഡോ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് കണ്ടോ, നമ്മുടെ ഇമേജ് കൂടുതൽ ഡാർക്കർ ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഷാഡോ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഇമേജ് കൂടുതൽ വൈറ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ നമ്മൾ ഇവിടെ ഗ്രാഫിലേക്ക്, ഇനി നമ്മുടെ ഈ ഗ്രാഫിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കണ്ടോ, നമ്മുടെ ഗ്രാഫ് ഈ ഒരു ഷാഡോ റീജിയൻ, അതായത് ഒരു ഡാർക്കർ പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അതേപോലെ ലൈറ്റർ പോർഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. സോ ഈ ഗ്രാഫ് നമുക്കൊന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാഡോനെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യാം. അടുത്ത് നമുക്ക് കോൺട്രാസ്റ്റിലേക്ക് വരാം. നമ്മൾ ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ സംഭവിക്കുന്നതെന്ന്
ഡാർക്കർ മോർ ഡാർക്കറിലേക്കും ലൈറ്റർ മോർ ലൈറ്ററിലേക്കുമാണ് മൂവ് ചെയ്യുക അല്ലേ? അങ്ങനെയാണ് നമ്മൾ കണ്ടത്. നമുക്കിനി കോൺട്രാസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. നമ്മുടെ ഗ്രാഫ് രണ്ട് സൈഡിലേക്കും എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ഇമേജ് ഡാർക്കർ പോർഷൻ ഡാർക്കറും ലൈറ്റർ പോർഷൻ ലൈറ്ററും ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ നമ്മൾ ഇത്രയും ഹൈ കോൺട്രാസ്റ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഇമേജ് ഗ്രാഫ് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം ബാലൻസ്ഡ് ആണ് അല്ലേ? നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിന് കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അല്ല? ഞാനൊന്ന് ഇൻക്രീസ് ചെയ്ത് ഈ ഒരു റേഞ്ച് കൊണ്ടുവച്ചു. ഇനി നമ്മുടെ ഇമേജ് നോക്ക്, ഇമേജ് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് അല്ലേ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് പോയിൻ്റ് ആണ്. ബ്ലാക്ക് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞ്? ബ്ലാക്ക് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യുമ്പം ഈ ഒരു ഗ്രാഫ് ബ്ലാക്ക് പോർഷനിലേക്ക് കൂടുതൽ, അതായത് ഈ ഒരു റീജിയൻ ബ്ലാക്കിലേക്ക് കൂടുതൽ മൂവ് ആവും. നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫ് കൂടുതൽ ബ്ലാക്കിലേക്ക് ഇൻക്ലൈൻ ആയിട്ടാണ് ഉള്ളത് അല്ലേ? സോ നമ്മൾ ഇമേജിന് എന്താ സംഭവിച്ചത്? ഇമേജിൽ ഷാഡോ വരുന്ന പോർഷനെല്ലാം ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്കത് കുറച്ചിട്ട് നമുക്ക് വേണ്ട ഒരു പോയിന്റിൽ കൊണ്ടുവയ്ക്കാം. ഒരു പ്രോപ്പർ പോയിന്റിൽ നമുക്കൊരു സ്മൂത്ത് കർവ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് നമ്മളൊന്ന് വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ഇമേജ് ഒറിജിനലും ചേഞ്ച് ചെയ്തും എഡിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലേ? സോ ഒരു പിക്ചർ പെർഫെക്റ്റ് വൈറ്റ് ബാലൻസിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഒരിക്കലും ഇല്ല. അത് ഓരോ യൂസറിൻ്റെ പെർസ്പെക്റ്റീവിനനുസരിച്ച് ചേഞ്ച് ആവും. അതായത് ചിലർക്ക് കൂൾ ടോൺ ആയിരിക്കും കുറച്ചുകൂടി ഇഷ്ടം, ചിലർക്ക് വാം ടോൺ ആയിരിക്കും ഇഷ്ടം. സോ ഒരു പിക്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു വൈറ്റ് ബാലൻസ് സെറ്റിങ്സ് ഒരിക്കലും നമുക്ക് പോസിബിൾ അല്ല. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിനും അതേപോലെ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ ഒരു മൂഡി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു എക്സ്പോസ്ഡ്, അതായത് ഒരു ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പം വൈറ്റ് ബാലൻസ് എന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് എങ്ങനെ വൈറ്റ് ബാലൻസ് എവിടെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് മാറുന്നതെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.